അനന്തപുരി ഇന്ന് ഭക്തസാന്ദ്രമായ ഒരു മഹായാഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തമനസ്സുകൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇന്ന് തുടക്കമാകും. ചരിത്രപ്രസിദ്ധമായ ഭണ്ഡാര അടുപ്പിൽ ഇന്ന് രാവിലെ അഗ്നി ജ്വലിക്കുന്നതോടെ തലസ്ഥാന നഗരി ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളാൽ നിറയും. തിരുവനന്തപുരം നഗരം ഇന്ന് പൂർണ്ണമായും ദേവീമയമാണ്. വഴിയോരങ്ങളും വീട്ടുമുറ്റങ്ങളും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൃത്യം രാവിലെ 9:45 പൊങ്കാല അടുപ്പുകൾ ജ്വലിക്കുന്ന ശുഭമുഹൂർത്തം. ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പിൽ നിന്നും പകരുന്ന അഗ്നി നിമിഷങ്ങൾക്കുള്ളിൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് കൈമാറും. അറിയിപ്പിനായി ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടമേളവും കതിനാവെടിയൊച്ചയും മുഴങ്ങും. ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദീപാരാധനയും ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയും ഉണ്ടാകും. നിവേദ്യത്തിന് പിന്നാലെ ഉച്ചശ്രീബലിയും നടക്കും. ഇത്തവണത്തെ പൊങ്കാലയുടെ പ്രത്യേകത ചന്ദ്രഗ്രഹണമാണ്. ഗ്രഹണം പ്രമാണിച്ച് വൈകുന്നേരം 3:10 ക്ഷേത്രനട അടയ്ക്കും. തുടർന്ന് ശുദ്ധിക്രിയകൾക്ക് ശേഷം രാത്രി 7 മണിയോടെ മാത്രമേ ഭക്തർക്ക് ദർശനത്തിനായി നട വീണ്ടും തുറക്കുകയുള്ളൂ. രാത്രികാല ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം കുത്തിയോട്ടമാണ്. 581 ബാലന്മാരാണ് ഇത്തവണ വ്രതമെടുത്ത് കുത്തിയോട്ടത്തിന് തയ്യാറായിരിക്കുന്നത്. രാത്രി 10:45 നടക്കുന്ന പുറത്തെഴുന്നള്ളത്തിന് ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. സായുധ പോലീസിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര നാളെ പുലർച്ചെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതോടെ ഉത്സവത്തിന് സമാപ്തിയാകും. ഭക്തരുടെയും സമർപ്പണത്തിൻ്റെയും അത്യപൂർവ ദൃശ്യങ്ങൾക്കാണ് അനന്തപുരി എന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഏവർക്കും തലസ്ഥാന വാർത്തയുടെ ആറ്റുകാൽ പൊങ്കാല ദിനാശംസകൾ.